ഹായ് ഹലോ വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇത് കലികാലമാണ്, നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കറിയാം. ശരി തന്നെയാണ് തോന്നുന്നു. പേപ്പറൊക്കെ വായിച്ച് ഓരോ ന്യൂസുകളും വായിക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ. പണ്ടത്തെ പോലെ അത്ര കെയർലെസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല അപകടത്തിലും പോയി പെടും എന്നുള്ളതാണ്. കാരണം കാലം ഒരുപാട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ക്രിമിനൽ നേച്ചറൊക്കെ ഉള്ള കുറേ രീതികളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു 10,000 മടങ്ങ് നമ്മൾ നന്നായി ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ സ്റ്റെപ്പും എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അപകടങ്ങളിൽ പോയി പെടും എന്നുള്ളത് ഷുവറാണ്. അതിലേറ്റവും അധികം എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും പല അപകടങ്ങളും നമുക്ക് സംഭവിക്കുന്നത് വിശ്വസിച്ച് പോവുകയാണ് നമ്മൾ അവർ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് അവർ കയറി വന്നിട്ട് നമ്മുടെ എവിടെയൊക്കെയോ വന്നിട്ട് നമ്മുടെ ഫാമിലിയിലോ എവിടെയെങ്കിലുമൊക്കെ എത്തി വന്നിട്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ വിശ്വാസം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. നമ്മളാണെങ്കിൽ അറിയാതെ അവർ വിശ്വസിച്ച് പോകുന്നു. എന്നിട്ട് നമ്മൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായിട്ട് കാണാം. സോ അത് വേണ്ട. നമ്മൾ നല്ലോണം ഇനിയെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ പുതിയൊരു ഫ്രണ്ട് വരുന്നു, പുതിയ ഇതൊക്കെ വരുന്ന സമയത്ത് കണ്ണടച്ച് അവരെ നമ്മൾ വിശ്വസിക്കരുത്. അവരുടെ ആക്ഷൻസൊക്കെ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവും കോഷ്യസ് ആയിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. കുറച്ച് ദിവസം, കുറച്ച് നാളുകൾ, വർഷങ്ങൾ തന്നെ എടുക്കണം സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ തന്നെ ഒരു ഇൻസിഡൻറ്റ് വായിച്ചു, ബാംഗ്ലൂർ നടന്ന ഇൻസിഡൻറ്റ് അല്ലേ. ഒരു സുനിത എന്ന് പറയുന്ന സ്ത്രീ, അവർ മരണപ്പെട്ടു ബാംഗ്ലൂരിൽ. കേരളത്തിലുള്ളവരാണ് 2 പേരും എന്നുള്ളതാണ്. ഒരു ദീപക് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ബാംഗ്ലൂരിൽ സ്ട്രേ ഡോഗ്സിന് ഷെൽട്ടർ ഹോമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ അവിടെ ജോലിക്ക് ഒരു 40,000 റുപ്പീസ് സാലറി കണ്ടു. ഇവർ സംസാരിച്ചു, ഒക്കെ തീരുമാനമൊക്കെ ആയിട്ട് ഈ സ്ത്രീ അവിടെ പോന്നു ജോലിക്ക്. അപ്പോൾ ജോലിക്ക് ചെന്ന് 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് അവിടെ ശരിയല്ലാന്ന് തോന്നി. അപ്പോൾ അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഇയാളോടത് പറഞ്ഞപ്പോഴേക്കും ഇയാൾ ഭയങ്കര റെബലായി. ഇയാൾ കമ്പിപ്പാര ഉപയോഗിച്ചിട്ട് ഈ സ്ത്രീയെ അടിക്കുകയാണ് ചെയ്തത്. തലയ്ക്കൊക്കെ അടിച്ചത്, സിവിയർലി ഇഞ്ചേർഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് മരിച്ചു എന്നുള്ളതാണ്. ആ ലേഡി മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ പറയുന്ന വ്യക്തി നമ്മളുടെ അടുത്തൊക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇയാളെക്കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ എന്തായിരിക്കും? എന്ത് നല്ല മനുഷ്യനാ, ഈ തെരുവ് നായ്ക്കളെയും ഒക്കെ നോക്കുന്നു, സംരക്ഷിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അയാൾ എവിടുന്നൊക്കെയോ അത് തേടി പിടിച്ചിട്ടാണ്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇംപ്രഷനല്ലേ നമുക്ക് അയാളെ പറ്റിയിട്ടുണ്ടാവുക. അയാളുടെ മറുവശം നോക്കി നോക്കൂ, എത്ര ക്രിമിനൽ ആയിരുന്നു അയാൾ എന്നുള്ളതാണ്. അത്രയും ക്രിമിനൽ സ്വഭാവത്തോട് കൂടിയിട്ടാണ് അയാൾ ആ ലേഡീനെ ആക്രമിച്ചിട്ടുള്ളത്. അവരെ കൊന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ അവർ വോയിസ് ചെയ്യുകയൊക്കെ ചെയ്തു, ഞാൻ അടിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ കാലം വളരെ മോശമാണ്. നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം, ഓരോ ആൾക്കാരും അടുത്തേക്ക് വരും തോറും നമുക്ക് കാരണം ഒരു മാസ്ക് ഇട്ടിട്ടാണ് പലരും നമ്മളോട് സംസാരിക്കുന്നത്. ഒറിജിനൽ അവരെന്താന്നുള്ളത് അവർക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറച്ചു വെക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അലേർട്ടാവണം. ഇതേപോലെ തന്നെ ഇങ്ങനെ കുറേ ന്യൂസുകളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ചില ഇൻസിഡൻ്റ് എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഡെയിലി നടക്കുന്നുണ്ട് ഇതൊക്കെ. നമ്മളൊരു 5-6 മാസം മുമ്പ് അത് മനസ്സിലെനിക്കുണ്ട്. ആര്യവൈദ്യ ഫാർമസിയുടെ ഫൗണ്ടറുടെ മകൾ കസ്തൂരി എന്ന് പറയുന്ന 82 വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ. അവരുടെ വീട്ടിൽ അവർ ഹോം നേഴ്സായിട്ട് നിർത്തിയിരുന്ന നേപ്പാളി സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അവരെ കൊന്നു. എന്നൊരു 3 പവൻ്റെ മാലയാണ് അവരുടെ കഴുത്തിൽ കിടന്നിരുന്നതെന്ന് വെച്ചാൽ. അവരുടെ മകൻ്റെ കൂടെയായിരുന്നു. മകൻ ഇവരെ വിശ്വസിച്ചിട്ട്, ഈ ഹോം നേഴ്സിനെ വിശ്വസിച്ച് ആണ് അദ്ദേഹം എന്തോ ഒരു മീറ്റിങ്ങിന് പോയ സമയത്താണ് ഇത് നടക്കുന്നത്. മകൾ ഡെയിലി രാവിലെ ഫോൺ ചെയ്യാറുണ്ട്. അന്നത്തെ ദിവസം വിളിച്ചില്ല, വന്ന് നോക്കുന്ന സമയത്ത് അറിയിക്കുമ്പോഴേക്കും. അപ്പോൾ ആ മകൻ പോകുമ്പോൾ ആ മകനെ ആ സ്ത്രീ അത്രയും വിശ്വാസത്തിൽ കൊണ്ടുണ്ടാവും, അല്ലാണ്ട് പോവില്ലല്ലോ. ആ മകൻ അങ്ങനെ ഏൽപ്പിച്ച് പോവില്ല. ഇവരുടെ ആക്ഷൻസ് അത്രയും ഭംഗിയായി ഇവർ ആക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ മകന് അത് വളരെ ഈസി ആയിട്ട് ഈ സ്ത്രീയെ ഏൽപ്പിച്ച് പോകാൻ തോന്നിയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അപകടങ്ങളിൽ പോയി ഇനി നമ്മൾ
നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഓവറായിട്ട് ചിരിച്ച് എപ്പോഴും ചിരിച്ച് അഹ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് എപ്പോഴും അവരെയൊക്കെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറയും. കാരണം അങ്ങനെ എപ്പോഴും ഒരാൾക്ക് ചിരിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഇങ്ങനെ എപ്പോഴും തമാശ, എപ്പോഴും ചിരിക്കുക, ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഏറ്റെടുക്കുക. നമ്മളിപ്പോൾ നടന്ന് പോവാണ്, നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാണ്, അപ്പോൾ നമ്മളോട് പറയണം ഞാൻ ഇന്ന് പോയിട്ട് മേടിച്ചിട്ട് വരാം, ഇങ്ങോട്ട് തന്നോളൂ, ലിഫ്റ്റ് പെട്ടെന്ന്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിഫ്റ്റ് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി പോകാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കാലം വളരെ മോശമാണ്. അങ്ങനെ ഒരു ലിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോ താങ്ക്സ്, ഞാൻ നടക്കാനാണ്, എനിക്കിഷ്ടം, നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ളതാണ്. കാരണം അത് ശ്രദ്ധിക്കണം. നമ്മളെ പറ്റിക്കരുത് മറ്റുള്ളവർ. നമ്മുടെ ശ്രദ്ധ കുറവ് കാരണം കൊണ്ട് നമ്മളെ മറ്റുള്ളവർ എന്ത് ചെയ്യരുത്, പറ്റിക്കരുത്, ചതിക്കപ്പെടരുത് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണം. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും രാവിലെ നമ്മളെല്ലാവരും പോവാണ് ജോലിക്ക്, വീട്ടിൽ അല്ലെങ്കിൽ അമ്മമാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ബാക്കി എല്ലായിടത്തും ഇതുണ്ടാവാം, ഈ ആൾക്കാരുണ്ടാവാം എന്നുള്ളതാണ്. സോ വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ തോന്നുമോ ഞാൻ എന്തിനായി വിശ്വസിക്കാതിരിക്കണത്? ആയിരിക്കണം, വിശ്വസിക്കാതിരിക്കണം. ആദ്യം തന്നെ പോയി വിശ്വസിച്ചിട്ട് പിന്നെ അപകടങ്ങൾ വരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. ആദ്യം തന്നെ നമ്മൾ അവരെ നമ്മുടെ മനസ്സിൽ, പുറത്തേക്ക് അതൊന്നും കാണിക്കണ്ട, നമുക്ക് അവരെ മുഖമൊന്നും കാണിച്ച് നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കൊന്നും വേണ്ട. നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നമ്മളവരെ നിർത്തുക, എന്നിട്ട് നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അപ്പം നമുക്ക് അവരെ ആക്ഷൻസ് കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് ഇവർക്ക് ഏത് തരത്തിലും അഭിനയിക്കാൻ പറ്റും. ഇവർ ഭയങ്കര ഹാപ്പിയിലായിട്ട് പോകും. ഇതില്ലാത്ത സമയത്താവുമ്പോൾ ഇവരുടെ മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുക എന്നുള്ളതൊക്കെ. അപ്പം നല്ലോണം. അതേപോലെ തന്നെ നമ്മൾ കണ്ടു ടെലഗ്രാമിൽ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. അതിലൊക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെയാണ്, പിക്ചേഴ്സാണ് ആ പയ്യൻ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് പൈസ മേടിച്ച് വരുന്നത്. സ്വന്തമായിട്ടുള്ള ആൾക്കാർ, സ്വന്തമായിട്ടുള്ള. അപ്പോൾ എന്ന് വെച്ചാൽ അവൻ അച്ഛൻ്റെ അമ്മയുടെ അല്ല ചെയ്തിട്ടുള്ളത്, റിലേറ്റീവ്സിൻ്റെ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഫ്രണ്ട്സിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം. അപ്പോൾ കുട്ടികളായാലും ശരി, വലിയവരായാലും ശരി, എന്തായാലും കാലം വളരെ മോശമാണ്. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നിട്ട് വായിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് ഓരോ ഇൻസിഡൻറ്റുകളും നമ്മൾ നോക്കുക. അപ്പം നമ്മൾ ആ ഒരു ഇതിലെത്തുന്ന സമയത്ത് നമുക്ക് ആ ഇൻസിഡൻറ്റ് ഓർമ്മ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് തന്നെ ജീവിക്കണം. അപകടത്തിലൊന്നും പോയിട്ട് ചാടരുത്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതപ്പം മിഞ്ഞാന്നോ അപ്പം അടുത്ത് കണ്ടു അല്ലേ, നമ്മൾ രാത്രി ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഇത് കൂടിയിട്ട് ലവറും തമ്മിൽ ലവറുമായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു കെട്ടിടത്തിൽ കയറി ആ കുട്ടിയെ ബുദ്ധിമുട്ടി എന്നൊക്കെ നമ്മൾ കണ്ടു, വായിച്ചു എന്നതാണ്. നോക്കി നോക്കൂ, രാത്രി എന്ന് പറയുന്നതിന് ഒരുപാട്, രാത്രിയിൽ നമ്മൾ ആരുടെ കൂടെയാണ് പോകുന്നത്, ആരുടെ കൂടെ നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. നമ്മുടെ കൂടെ 3-4 മാസേ പരിചയപ്പെട്ടിട്ടുള്ളൂ. രാത്രി എന്താണ് രാത്രിയിൽ കാണാനുള്ളത്? നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ചന്ദ്രൻ തന്നെയുള്ളൂ. റോഡിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്ന ചന്ദ്രനും അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന കട്ടൻ കാപ്പി തന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ചാലും അതിനേക്കാൾ സ്വാദിലും നമുക്ക് കിട്ടും. അത് സിപ്പ് ചെയ്ത് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന സേഫ്റ്റി വളരെ കൂടുതലാണ്. നമുക്ക് ഒരു പരിചയമില്ല, വളരെ പരിചയക്കുറവുള്ള ആൾക്കാരുമായിട്ട് ഈ റോഡിൽ രാത്രി നേരത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇരുട്ടിൻ്റെ മറവിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട. കൂട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് നമുക്ക് അയാളുടെ കൂടെ. അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവനെ അവിടെ മാറ്റി പിടിച്ച് വലിച്ചിട്ടിട്ട് കൊണ്ടുപോയില്ലേ. അപ്പോൾ ആൾക്കാരെ വിശ്വസിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. തോന്നിയ പോലെ ആവരുത്. നമ്മൾ ഭയങ്കര നമ്മൾ സ്മാർട്ടാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയി എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര കെയർഫുൾ ആവേണ്ട സ്ഥലത്ത് നമ്മൾ കെയർഫുൾ ആവണം. പെട്ടെന്ന്, ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വിഷയം, പെട്ടെന്ന് കയറിയിട്ട് വിശ്വസിച്ചിട്ട് പിന്നെ അയാളെ ത്രോ ഡൗൺ ചെയ്യുന്നേക്കാൾ നല്ലത് കീപ്പ് എ ഡിസ്റ്റൻസ്. എപ്പോഴും ഒരു കൈ അകലത്തിൽ തന്നെ ആൾക്കാരെ നിർത്തി നമ്മൾ അവരെ ഒരു ന്യൂട്രൽ സ്പേസിൽ കൊണ്ടുവന്ന് നിർത്തി മനസ്സിലാക്കിയതിന് ശേഷം
അടുത്തേക്ക് അടുപ്പിക്കേണ്ടെന്നുള്ളവരെ മാത്രമാണ് ക്ലോസ് സർക്കിളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അടുപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവരെയും ആദ്യം ഒരു സംശയത്തോടു കൂടി നോക്കുന്നതിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവരെങ്ങനെ അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ അവരെ ഒന്ന് ഡിസ്റ്റൻസിൽ തന്നെ നിർത്തണം, അവരെ നല്ലോണം ശ്രദ്ധിക്കണം. സോ ഒരു ചതിയിൽ നിങ്ങൾ പെടരുത്, നല്ലോണം ശ്രദ്ധിക്കണം, പല ന്യൂസുകളും വായിക്കണം, അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അങ്ങനെ അതവിടെ നടന്നു, അത് നമ്മുടെ വീട്ടിലും നടക്കാം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു സേഫായിട്ടുള്ളൊരു എൻവയൺമെൻറ്റിൽ നമുക്ക് എന്നും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു. ചാനലിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടണം. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സും നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യണം. So thank you. We'll see you again with another topic. Bye.